ഇതിപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വരുന്ന വഴിയാണ്. പാരഗണിൽ കയറി മീനാക്ഷി അവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം തന്നെ ഒരു പാഴ്സൽ കൗണ്ടറിലും കയറി ഇരുന്നായിരുന്നു കേട്ടോ. അത് പറയാം. ഞാനൊരു ഹാഫ് ബിരിയാണി, ഏട്ടന് ഒരു ഫുൾ ബിരിയാണിയാണ് വാങ്ങിയത്. എൻ്റെ ഹാഫ് ബിരിയാണിയിൽ നിന്ന് ഞാൻ മീനാക്ഷിക്കും കുറച്ച് കൊടുത്തായിരുന്നു. രാവിലെ പൊറോട്ട കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. പാരഗണിൽ വരികയാണെങ്കിൽ ഒന്നും കഴിക്കാതെ വരാം. ഇത് ചീസ് കേക്ക്, സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക്. അത് ഞങ്ങളും വാങ്ങിയ ഒരു കഷ്ണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു കഷ്ണം വാങ്ങിയെങ്കിലും എനിക്ക് പിന്നെ വാങ്ങാൻ തോന്നി. നല്ല വിലയാണ് കേട്ടോ. വൺസ് എനിക്ക് അത് ടേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ ബിരിയാണി, കുറച്ച് ചോറും കുറച്ച് ചിക്കനും കുറച്ച് അച്ചാറും കുറച്ച് ചമ്മന്തിയും കുറച്ച് പപ്പടവും കൂടെ എടുത്ത് വെച്ച് ഇങ്ങനെ ഒരു ഇളക്കി അങ്ങോട്ട് കഴിക്കണം. കൊള്ളാം കേട്ടോ. പാരഗണിലെ ബിരിയാണി ഞാൻ ആദ്യമായിട്ട് കഴിക്കുക. പക്ഷേ ഇങ്ങനെ എല്ലാം ഒന്നും ഇട്ട് ഇളക്കാതെ തന്നെ അത് വേറെ ഒന്നും കൂട്ടാതെ അച്ചാർ മാത്രം കൂട്ടി കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റാട്ടോ. ചമ്മന്തി ഒന്നും എടുക്കാതെ പ്ലെയിനായിട്ട്. അടുത്തത് ഈ ഹണി കേക്കാണ് ഞങ്ങൾ വാങ്ങിയത്. അതും കൊള്ളാം. പിന്നെ പായസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിക്കും പായസം കേട്ടോ. പാഴ്സൽ കൗണ്ടറിൽ ചെന്നപ്പോൾ ഞങ്ങൾ വേറെ കുറേ പായസങ്ങളും കണ്ടായിരുന്നു. അങ്ങനെ ചെമ്പരത്തി പായസവും കൂടെ വാങ്ങി കേട്ടോ. പിന്നെ സെൻറ്റ് സെബാസ്റ്റ്യൻ കേക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ ഇങ്ങനെ ഇരുന്ന് പതിയിരുന്ന് എല്ലാം കഴിച്ചു അവസാനം പാർക്കിങ്ങിലേക്ക് എത്തി. ഞാനും മീനാക്ഷിയും കാറിലിങ്ങനെ ഏട്ടനെ വെയിറ്റ് ചെയ്തിരുന്നു.